സന്തോഷവേളയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ദാവീദെ പോലെ ഞാൻ പാടിടും ഹല്ലേലൂയ. യേശുവിനായി ഞാൻ പാടിടും ഹല്ലേലൂയ. ദാവീദെ പോലെ ഞാൻ പാടിടും ഹല്ലേലൂയ. യേശുവിനായി ഞാൻ പാടിടും ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ ഞാൻ പാടും ഹല്ലേലൂയ. അഗ്നിശോധനയിലും ഞാൻ പാടും ഹല്ലേലൂയ. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ ഞാൻ പാടും ഹല്ലേലൂയ. അഗ്നിശോധനയിലും ഞാൻ പാടും ഹല്ലേലൂയ. തേജസ്സിൻ പ്രത്യക്ഷതയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ആത്മാവിൻ നിറവിൽ ഞാൻ പാടും ഹല്ലേലൂയ. തേജസ്സിൻ പ്രത്യക്ഷതയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ആത്മാവിൻ നിറവിൽ ഞാൻ പാടും ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മിറക്കിൾ സൺഡേ അഞ്ചലിൽ മെയ് 26 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. TV പ്രേക്ഷക സംഗമം കാട്ടാക്കട മെയ് 29 രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം, കാട്ടാക്കട. നാട്ടിലെ ഉണർവ് കരവാളൂർ മെയ് 29, 30 തീയതികളിൽ വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം കോയിപ്പുറം ഓഡിറ്റോറിയം, കരവാളൂർ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ പ്രാവശ്യവും ദൈവവചനം കേൾക്കുമ്പോൾ അത് നമ്മളെ പണിയുന്നതാണ്. ചില വചനങ്ങൾ നമ്മുടെ ലൈഫിൽ ചില ക്രിയകളെ ചെയ്തെടുക്കുന്നു. സുവിശേഷം ഞാൻ കേട്ടതുകൊണ്ട്, സുവിശേഷം എൻ്റെ കാതുകളിൽ എത്തിയത് കൊണ്ട്, ഞാനത് വിശ്വസിക്കാൻ ഇടയായതുകൊണ്ട്, ക്രിസ്തുവേശുവിലായിരിക്കുന്ന സകല നന്മകളും എൻ്റെ ജീവിതത്തിൽ വരുവാനിടയായി. ഞാൻ ക്രിസ്തുവിനോട് പങ്കാളിയായി, വാഗ്ദത്തങ്ങൾക്ക് അവകാശിയായി, ക്രിസ്തുവിൻ്റെ ശരീരത്തിന് ഏക ശരീരമായി തീർന്ന ഒത്തിരി കാര്യം ദൈവവചനം നമ്മളോട് പറയുന്നു. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നതും നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതാകട്ടെ, പണിയുന്നതാകട്ടെ, സുവിശേഷ നിമിത്തം എനിക്കുണ്ടായ നന്മകൾ, വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത അനുഭവങ്ങൾ. നമുക്ക് ആ മെസ്സേജിലൂടെ കേൾക്കാം. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ക്രിസ്തുവിൽ ദൈവം നമ്മളെ സകല അനുഗ്രഹത്തിനും അല്ലെങ്കിൽ ആ അനുഗ്രഹത്തിനും ഉടമസ്ഥനാക്കിയിരിക്കുന്നു എന്ന ചിന്തയുടെ ചില ഭാഗങ്ങൾ കൂടെയാണ്. എൻ്റെ ഉള്ളിലെ ആഗ്രഹം ക്രിസ്തുവിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളോട് പഠിപ്പിക്കാനാണ്. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിപ്പിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കാനായി എടുക്കുന്ന വേദവാക്യം എഫേസ്യ ലേഖനത്തിൽ നിന്ന് അതിൻ്റെ 3-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ എപ്പോഴൊക്കെയോ ചിന്തിക്കുമായിരുന്നു എഫീഷ്യൻസ് ഒരു മിസ്റ്ററി, ഒരു കലവറ തന്നെയാണ് ബൈബിളിൽ. ഓരോ അധ്യായങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നും അതാണ് വലിയത്. ഇപ്പുറത്തെ റോമർ എഴുതിയ ലേഖനം വായിക്കുമ്പോൾ തോന്നും ഇതിനെ പോലെ ഒന്നും ഇല്ലെന്ന് തോന്നും. എഫേഷ്യൻസ് വായിക്കുമ്പോൾ തോന്നും ഇത് കഴിഞ്ഞിട്ട് വേറൊരു അധ്യായമുള്ളെന്ന് തോന്നും. ഗലേഷ്യൻസ് വായിക്കുമ്പോൾ തോന്നും ദൈവമേ ഗ്രേസ് ഇത്രത്തോളം ഉണ്ടോ എന്ന് തോന്നിപ്പോകും. തെസ്സലോനിക്കർ ഇത് വായിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ ലീഡർഷിപ്പ് എന്നറിയാതെ തോന്നിപ്പോകും. ഓരോ അധ്യായങ്ങൾക്കും പൗലോസ് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തതുകൊണ്ടാണ് നമുക്ക് ജീവനായി ബലമായി ഇത് വചനങ്ങളെല്ലാം തീർന്നത്. നമുക്കൊരു വാക്യം വായിക്കാം. ഇത് കുറച്ച് ഗൗരവത്തോടെ നിങ്ങളെല്ലാം പഠിക്കുകയും വായിക്കുകയും ചെയ്യേണ്ട വാക്യങ്ങളാണ്. ഞാനിന്ന് എഫേസ്യ ലേഖനങ്ങൾ മാത്രമാണ് വായിക്കാൻ പോകുന്നത്. വ്യത്യസ്തമായൊരു ആശയമാണ് ദൈവം എനിക്ക് തന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശിയും ഏക ശരീരത്തിലും വാഗ്ദത്തത്തിൽ പങ്കാളികളാകണം എന്നുള്ളത് തന്നെ. നമ്മൾ ആ വാചകം ഒന്നും കൂടെ വായിക്കുന്നു.
അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടാളികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. പൗലോസ് വളരെ ആഴത്തിലൊരു കാര്യം പറയുക, സുവിശേഷം എന്ന് പറയുന്നതിലൂടെ അല്ലെങ്കിൽ സുവിശേഷം ഒരു വ്യക്തി കേൾക്കുന്നതിലൂടെ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന 3 പ്രധാന കാര്യങ്ങൾ പൗലോസ് ഫോക്കസ് ചെയ്യുകയാണ്. ക്യാൻ ഐ റിപ്പീറ്റ് ഇറ്റ്? ഒന്നും കൂടെ പറയാം. സുവിശേഷം കേൾക്കുന്നതിലൂടെ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന 3 പ്രധാന കാര്യങ്ങൾ. ഞാൻ വിശ്വസിക്കുന്നത് 3 പ്രധാന കാര്യങ്ങൾ പൗലോസ് പറയുന്നത് ഇങ്ങനെയാ: 1, കൂട്ടവകാശിയായി തീരും; 2, ഏക ശരീരത്തിനായി തീരും; 3, വാഗ്ദത്തങ്ങൾക്ക് പങ്കാളികളായി തീരും. അപ്പൊ സുവിശേഷം എന്ന് പറയുന്ന നമ്മൾ കേട്ട, യേശുവിനെ കുറിച്ച് കേട്ട, രക്ഷയെക്കുറിച്ച് കേട്ട, യേശുവിനെ കുറിച്ച് കേട്ട ആ ഓരോ കാര്യവും, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് കേട്ട ആ ദിവസം നമ്മളിൽ ഉണ്ടാകേണ്ടിയിരുന്നതും നമുക്ക് ലഭിക്കേണ്ടിയിരുന്നതുമായ 3 പ്രധാന കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പൗലോസ് പറയുക, സുവിശേഷത്താലാണ് നീ കൂട്ടവകാശിയാകുന്നത്; 2, സുവിശേഷത്താലാണ് നീ ഏക ശരീരത്തിന്റെ ഉടമസ്ഥനാകുന്നത്; സുവിശേഷത്താലാണ് വാഗ്ദത്തങ്ങൾക്ക് നീ പങ്കാളികളാകുന്നത്. അപ്പോൾ സുവിശേഷം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന ധാരാളമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ പൗലോസ് പറയുകയാണ്. എന്നാൽ ഈ 3-ാം അധ്യായം എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായം ഒന്ന് എടുക്കാവോ? നിങ്ങൾ അതിൻ്റെ 6-ാം വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചതെങ്കിൽ, പൗലോസ് 6-ാം വാക്യമാണ് വായിച്ച് അതിന് മുമ്പിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളിലൂടെ ഒന്ന് പോകാം നമുക്ക്. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ. അപ്പോൾ പൗലോസ് എഫേസ്യ ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായത്തിൽ എത്തുന്നേക്കാൾ മുമ്പ് ദൈവകൃപ, അല്ലെങ്കിൽ നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച്, അല്ലെങ്കിൽ ജാതികൾ, അല്ലെങ്കിൽ യേശുവിനെ അറിയുന്ന ഒരു പുതിയ ആൾ, അയാൾക്കുണ്ടാകേണ്ട സകല നന്മകളെക്കുറിച്ചുള്ള റെവലേഷൻ വാസ്തവത്തിൽ പൗലോസിന് ലഭിച്ചതാണ് 1-ഉം 2-ഉം അധ്യായങ്ങൾ. 3-ാം അധ്യായം അതിൻ്റെ തുടർമാനമായ റെവലേഷൻ ആണെന്നാണ് പൗലോസ് പറയാനായി ശ്രമിക്കുന്നത്. കുറച്ച് കട്ടിയായി പോയസിനെ ഒന്നും കൂടെ ആവർത്തിച്ച് പറയാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സുവിശേഷം കേൾക്കുന്നയാൾക്ക് നമുക്ക് എന്തോ ഉണ്ടാകുന്നു? ഞാൻ 6-ാം അധ്യായം 2-ാം അധ്യായം 3-ാം അധ്യായം 6-ാം വാക്യം വായിച്ചു സോളി. 1, കൂട്ടാളിയാകും; 2, ഏക ശരീരത്തിലാകും; 3, കുറച്ചും കൂടെ കാര്യം, വാഗ്ദത്തത്തിന്റെ പങ്കാളിയായി തീരും. എന്നാൽ പൗലോസിന് പറയാനുള്ളത് ഇത് മാത്രമല്ല സുവിശേഷം കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായത്. സുവിശേഷം കേൾക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് പൗലോസിന് ഒരു റെവലേഷൻ ഉണ്ടായതാണ് എഫേസ്യ ലേഖനങ്ങൾ മുഴുവൻ. ഇപ്പോൾ വ്യക്തമായെന്ന് എനിക്ക് തോന്നുന്നല്ലേ? പൗലോസ് ഇപ്പോൾ 3-ാം അധ്യായത്തിൽ 6-ാം വാക്യം വായിച്ച് കൂട്ടാളിയാകും, ഏക ശരീരത്തിലാകും, വാഗ്ദത്തത്തിന്റെ പങ്കാളിയാകും. ദാറ്റ് ഇസ് ഗ്രേറ്റ്. പക്ഷെ പൗലോസിന് പറയാനുള്ള അത് മാത്രമല്ല, സുവിശേഷം കേൾക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പൗലോസിന് ഒരു റെവലേഷൻ ലഭിച്ചിരിക്കുക. സുവിശേഷത്താൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഞാൻ അതിൻ്റെ 1-ാം അധ്യായം മുതൽ വായിച്ചപ്പോൾ മിസ്റ്ററീസ്, മുഴുവൻ ആത്മീയ രഹസ്യങ്ങൾ എഴുതി വെച്ചിരിക്കുക. നമുക്ക് ഇന്ന് 2-ാം അധ്യായം മുതൽ ഒന്ന് തുടങ്ങാം കേട്ടോ. ഞാൻ സാധാരണ ഒത്തിരി വാക്യങ്ങൾ വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് ഞാൻ ഒത്തിരി വാക്യങ്ങൾ വായിക്കാതെ ഇതെന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ച് വിശദീകരിക്കാനായി ശ്രമിക്കാൻ പോകുകയാണ്. നമുക്കൊന്ന് പോകാം. പൗലോസിന് ലഭിച്ച വെളിപ്പാടുകൾ പൗലോസ് പറയുകയാണ്. 2-ാം അധ്യായം 1-ാം വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പൊ സുവിശേഷം കേട്ട നമ്മളിൽ ആദ്യം ഉണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത, പാപങ്ങളിലും അതിക്രമങ്ങളിലും മരിച്ചവരായ നമ്മളെ ദൈവം അതിൽ നിന്ന് ഉയർപ്പിച്ചു. ഓ, ഇറ്റ്സ് എ വണ്ടർഫുൾ വേർഡ്. ഒന്നും കൂടെ ഒരു വാക്യം അല്ലെങ്കിൽ 3 വരെ വായിച്ചിട്ട് നമുക്കൊന്ന് വിശദീകരിക്കാം. ആകയാൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നിരുന്നു.
അടുത്ത വാചകം, ഇവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ ജഡമോഹങ്ങൾക്കും ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായി ഇത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. പൗലോസ് പറയുക, നമ്മൾ ആരായിരുന്നു? കോപത്തിന്റെ മക്കളായിരുന്നു. എന്തുകൊണ്ട് കോപത്തിന്റെ മക്കളായി? പൗലോസ് പറയുക, മുകളിലെ ആകാശത്തിന്റെ അധികാരി. രണ്ടാമത്തെ വാചകം, അനുസരണക്കേടിന്റെ മക്കളിലേക്ക് പകർന്നു കൊടുത്ത വികാരങ്ങൾ. ആ ആത്മാവിനനുസരിച്ചാണ് ഞാനും നിങ്ങളും നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഒന്നും ചിന്തിക്കേണ്ട കാര്യമോ? കുറച്ചും കൂടെ നന്നായി വിശദീകരിച്ച് പറഞ്ഞാൽ, ആകാശത്തിന്റെ അധികാരിയും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപിരിക്കുന്ന ഈ ആത്മാവിനും എന്താ ഈ പറയുന്നേ? കുറച്ചും കൂടെ സിമ്പിളായി പറഞ്ഞാൽ, സാത്താന്റെ ശബ്ദത്തിന് വിധേയപ്പെട്ട് നടന്നവരായിരുന്നു നമ്മൾ. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, സാത്താനായിരുന്നു, പിശാചായിരുന്നു എൻ്റെ കൺട്രോൾ മുഴുവനായിരുന്നത്. പിശാച് കൺട്രോൾ ആയിരുന്നപ്പോൾ എന്താ എന്നിൽ സംഭവിച്ചത്? അടുത്ത വാചകം അവിടെ എഴുതിയിരിക്കുക, അവരുടെ ഇടയിൽ നാം എല്ലാവരും ജഡമോഹങ്ങൾക്കനുസരിച്ച് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട്. അപ്പോൾ സാത്താന്റെ സ്വാധീനം ഒരു വ്യക്തിയിൽ വ്യാപരിച്ചാൽ, ഒരു വ്യക്തിയിൽ നിയന്ത്രണം ഉണ്ടായാൽ അയാളിൽ എന്തു വരും? അയാളുടെ മനോവികാരങ്ങൾക്കനുസരിച്ച് നടക്കാൻ തുടങ്ങും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ്, അയാളുടെ ഫ്ലഷ്, അയാളുടെ കണ്ണ്, അയാളുടെ ശരീരം, അയാളുടെ ആഗ്രഹം, അയാളുടെ ഇഷ്ടം എന്താണോ അയാളിൽ പ്രേരണ നൽകുന്നത്, ആ പ്രേരണയ്ക്കനുസരിച്ച് അയാൾ ജീവിക്കാൻ തുടങ്ങും. പൗലോസ് തൊട്ട് മേളി പറയുക, ആ പ്രേരണ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ പൗലോസ് പറയുക, അത് നിങ്ങളുടെ ഇഷ്ടമല്ല. ആകാശത്തിലെ അധികാരിയായ സാത്താൻ നിങ്ങളുടെ ഫ്ലഷിലൂടെ അവന്റെ ഇഷ്ടം ചെയ്തെടുക്കുകയാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പൗലോസ് പറയുമോ, നോക്ക്, നിങ്ങൾ ഒരിക്കൽ എന്തിനാ നടന്നത്? നമ്മൾ പറയില്ലേ, എനിക്ക് ഇഷ്ടമുള്ള തോന്നിയ രീതിയിലൊക്കെ ഞാൻ നടന്ന് ജീവിച്ച ആള് അല്ല. ബ്രദറെ, നീ തോന്നിയ രീതിയിൽ ജീവിച്ചതല്ല, തോന്നിയ രീതിയിൽ നിന്നെ ജീവിപ്പിച്ചതാ. ഒന്നും കൂടെ ആ വാചകം പറയട്ടെ. നീ പറയുന്നില്ലേ, എനിക്ക് തോന്നാൻ ഇഷ്ടമുള്ളത് കണ്ടു, ഇഷ്ടമുള്ളത് പറഞ്ഞു, ഇഷ്ടമുള്ളത് രീതിയിൽ ജീവിച്ചു, ഇഷ്ടമുള്ളത് കുടിച്ചു, ഇഷ്ടമുള്ളത് വലിച്ചു, ഇഷ്ടമുള്ള രീതിയിലെല്ലാം ജീവിച്ചു, ഇഷ്ടമുള്ള രീതിയിലെല്ലാം സംസാരിച്ചു, കാണാൻ ആഗ്രഹിക്കുന്നെല്ലാം സ്വന്തമാക്കി. പാപവും വ്യഭിചാരവും എനിക്ക് സാധാരണ കാര്യമായിരുന്നു. എൻ്റെ മനസ്സിന് ഇഷ്ടമല്ല ഞാൻ ചെയ്തു. വെയിറ്റ് ബ്രദർ, നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടതായി നീ ചെയ്തു എന്നാ നീ വിചാരിച്ചിരിക്കുന്നേ. പക്ഷെ അഴിയിരിക്കുന്നത് ആ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ അധിപതിയായവനെ നീ അനുസരിച്ച് നടന്നു പറഞ്ഞാൽ, നിനക്ക് തോന്നിയ തോന്നലുകളെല്ലാം നിന്റെ ആയിരുന്നു എന്ന് നീ വിചാരിക്കുമ്പോൾ, പൗലോസിന്റെ ഭാഷയിൽ അത് നിന്റെ ആയിരുന്നില്ല, വേറൊരുവൻ നിന്റെ ഉള്ളിൽ ഇമ്പാർട്ട് ചെയ്ത ചിന്തകളിലാണ് നീ നടന്നുകൊണ്ടിരുന്നത്. ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കുക, സുവിശേഷം കേട്ടപ്പോൾ എന്നിലുണ്ടായ ട്രാൻസ്ഫോർമേഷൻ. വാസ്തവത്തിൽ ആ ട്രാൻസ്ഫോർമേഷൻ അല്ല നമുക്ക് പ്രാധാന്യം ഉള്ളതെങ്കിൽ സത്യത്തിൽ സുവിശേഷം കൊണ്ട് യാതൊരു കാര്യമില്ലാതാവും. സുവിശേഷം കേട്ടപ്പോൾ എന്നിലുണ്ടായ ട്രാൻസ്ഫോർമേഷൻ, അതുവരെ പിശാചിന്റെ അധികാരത്തിന്റെ കീഴിൽ നിയന്ത്രിക്കപ്പെട്ടിരുന്ന അവന്റെ ഇഷ്ടത്തിന്, എൻ്റെ ഉള്ളിൽ വരുന്ന മനോവികാരങ്ങൾക്ക് അനുസൃതമായി ജീവിച്ചിരുന്ന ഞാൻ, യേശുവിനെ വിശ്വസിച്ചതിന്റെ അന്ന് ഞാൻ എൻ്റെ മനോവികാരങ്ങളോട് പറഞ്ഞു, നോ നോ നോ, ഇനി ഞാൻ നിന്റെ അനുസരണത്തിൽ ജീവിക്കത്തില്ല, പകരം എൻ്റെ പരിശുദ്ധന്റെ ആത്മാവിന്റെ അനുസരണത്തിന് ജീവിക്കാൻ പോകുകയാണെന്ന് ഡിസൈഡ് ചെയ്യുവാൻ തക്കവണ്ണം, തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം എൻ്റെ അകത്തേക്ക് വന്ന ആത്മശക്തിയായിരുന്നു സുവിശേഷം എന്ന് പറയുന്നത്. എൻ്റെ കൂടെ എത്തിയൊരു ഹല്ലേലൂയ പറയാം. കട്ടിയാണോ ഞാൻ പറയുന്നത്? ഒന്നും കൂടെ ആവർത്തിക്കണോ? എൻ്റെ കൂടെ ഉണ്ടോ ജസ്നെ? ഓക്കെ ആണോ? ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? ഇത് വളരെ സിമ്പിളായ കാര്യമാണ്. ഞാൻ ഈ FSC ലേഖനം എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ വാക്യങ്ങൾ വായിച്ചിട്ട് പ്രസംഗിക്കാൻ എന്നോട് കർത്താവ് പറഞ്ഞു, കൂടുതൽ വാക്യങ്ങൾ വായിക്കാനല്ല പറഞ്ഞു. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, സംതിങ് ഈസ് ഹാപ്പനിങ്. ആമേൻ. സുവിശേഷം കേട്ട് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. സുവിശേഷം ഏത് വിധത്തിലാണ് നിങ്ങൾ കേട്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സുവിശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടാകുമെന്ന് പൗലോസ് പറയുക, ആകാശത്തിൻ്റെ അധികാരിയായവൻ, സാത്താനായവൻ നിങ്ങൾ
ജനങ്ങളുടെ മനോവികാരങ്ങളിൽ ആഗ്രഹങ്ങൾ ഇട്ടിട്ട് അവൻ്റെ ഇഷ്ടത്തിന് നടത്തിക്കൊണ്ടിരുന്നത് അന്ന് നിൽക്കും. അതിന് പകരം വേറൊരു ആത്മാവ് നിന്നെ നടത്താൻ തുടങ്ങും. ആ നടത്താൻ തുടങ്ങുന്ന പുതിയ അനുഭവത്തിന്റെ പേരാണ് ക്രിസ്തുവിലാകുക എന്ന് പറയുന്നത്. ഒരു നല്ല ആമേൻ പറയാട്ടെ. ഇന്ന് പകൽ ചിലരോടെങ്കിലും ഒരു ദൂത് പറയട്ടെ. ആരെങ്കിലും ഇപ്പോഴും വിശ്വാസത്തിൽ വന്നിട്ടും തൻ്റെ മനോവികാരത്തിന് നടക്കുന്നുവോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നീ രക്ഷിക്കപ്പെട്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നീ രക്ഷിക്കപ്പെട്ടു എങ്കിൽ വേദപുസ്തകം പറയുന്നത് നിന്റെ മനോവികാരത്തിനും ജഡത്തിന്റെ ഇഷ്ടത്തിനും നടക്കുകയല്ല. അങ്ങനെ നീ നടക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. അല്ല, പകരം പരിശുദ്ധാത്മാവിനാൽ നീ നിയന്ത്രിക്കപ്പെടുന്നുവെങ്കിലോ നീ ദൈവത്തിന്റെ മകനായി തീരും. അവിടെയാ നീ ദൈവ പൈതലായി തീരുന്നത്. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഒരു നല്ല കൈയടി കൊടുത്ത് ഒരു മനസാക്ഷിയോടൊന്ന് ചോദിച്ചേ, ഞാൻ എങ്ങനെയാ ജീവിക്കുന്നത്? എൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ്? ഞാൻ സുവിശേഷം കേട്ടിട്ട് എൻ്റെ മനോവികാരങ്ങൾക്ക് അനുസൃതമായാണോ ജീവിക്കുന്നത്? അതോ ദൈവ പൈതലെന്ന ആ പദവിയിൽ നിന്നുകൊണ്ട്, ദൈവത്തിന്റെ മോൻ എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട്, ആ മോൻ എന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ആണോ ഞാൻ ജീവിക്കുന്നത്? സുവിശേഷം കേട്ടപ്പോൾ പൗലോസ് പറയുക, ഒരു വലിയ വ്യത്യാസം ഉണ്ടായി. അന്നു മുതൽ നീ അനുസരിച്ചുകൊണ്ടിരുന്നത് നീ നിർത്തി, പകരം വേറൊന്നിനെ അനുസരിക്കാൻ തുടങ്ങി. ഒരു ഹല്ലേലൂയ പറയാവോ? കൈ അടിച്ചൊരു ആമേൻ പറയാവോ? എൻ്റെ കൂടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. നീ അനുസരിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണോ ഇപ്പോഴും നീ അനുസരിക്കുന്നത്? അതോ നീ വേറൊന്നിനെ അനുസരിക്കുന്നുവോ? ഒരു ചോദ്യം കൂടെ ചോദിക്കുവോ? എന്നെ കാണുന്ന ഓഡിയൻസിനോട് ചോദ്യം ചോദിക്കട്ടെ. ഇന്നലെ വരെ നീ അനുസരിച്ചുകൊണ്ടിരുന്നതാണോ നീ ഇന്നും അനുസരിക്കുന്നത്? വെയിറ്റ്. നീ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ മനം തിരിയണം. പകരം ഇന്ന് വരെ നീ അനുസരിച്ചുകൊണ്ടിരുന്നതിനെ മാറിയിട്ട് നിന്റെ മനോ ഇഷ്ടത്തിനല്ല, വചനം പറയുന്ന കർത്താവിന്റെ ആത്മാവ് ഇടപെടുന്ന ഏതാണോ അതിനനുസരിച്ച് ജീവിക്കണം. അതിനെ ആ ദൈവകൃപ നിന്റെ മേൽ പകർന്നത്. ഒരു നിമിഷം അവിടെ നിൽക്കട്ടെ നമുക്ക്. അപ്പോൾ ഒന്ന്, സുവിശേഷത്താൽ സംഭവിച്ചത്, ഞാൻ പിശാചിനാൽ നിയന്ത്രിക്കപ്പെട്ട് പിശാചിന്റെ ഇഷ്ടങ്ങൾക്കനുസൃതമായി, ഞാൻ വിചാരിച്ചത് മനോവികാരങ്ങൾ എൻ്റെയാണ്, പക്ഷേ പിശാചിന്റെ ഇഷ്ടത്തിനനുസൃതമായി ജീവിച്ചിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? സുവിശേഷം കേട്ടപ്പോൾ ഇതിനൊരു വലിയ പ്രത്യേകതയുണ്ടായി. ഇരിക്കാം നമുക്ക്. എന്താണ് ആ പ്രത്യേകത? ഇതൊരു ഗൗരവമുള്ള കാര്യമാണ്. എൻ്റെ മനോവികാരങ്ങൾക്കും എൻ്റെ ജഡത്തിൻ്റെ ഇഷ്ടത്തിനും നടന്നിരുന്ന ഞാൻ ഈ പഴയ മനുഷ്യനെ കർത്താവിനോട് കൂടെ ക്രൂശിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതാണ് ഗലാത്യ ലേഖനം പൗലോസ് 5-ാം അധ്യായം എഴുതുമ്പോൾ അതിന് 25 ആ വാക്യം പറയുവാണ്. പൗലോസ് പറയുക, ഞാൻ ക്രിസ്തുവിനോട് കൂടെ രാഗമോഹങ്ങളോട് കൂടെ എന്നെ ഞാൻ ക്രൂശിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്തിരിക്കുക? എൻ്റെ മോഹങ്ങളും രാഗങ്ങളും എല്ലാം യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിച്ചു. കൊളോസ്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞു, ജഡത്താലുള്ള കയ്യാലുള്ള പരിച്ഛേദനയല്ല, പകരം ഹൃദയത്തിനകത്ത് പരിച്ഛേദനയേറ്റ് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഇനി ഞാനല്ല ജീവിക്കുന്നത്, പകരം ക്രിസ്തുവാ ജീവിക്കേണ്ടത് എന്ന തീരുമാനത്തിൽ ഞാൻ അവനോട് കൂടെ മരിച്ചു. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ആകാശത്തിൻ്റെ അധികാരത്തിന് അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ബലത്തിന്, നമ്മുടെ മനോവികാരങ്ങൾക്ക്, ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ വിടുവിക്കുവാനിടയായി തീർന്നു. ക്രിസ്തുയേശുവിൽ മകനും മകളും എന്ന പദവിയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നു. കർത്താവ് ആ ഇരുട്ടിൽ നിന്ന് നമ്മളെ വിടുവിച്ചതിന് കാരണം എന്താണെന്നറിയോ? ഇനി ഞാൻ ജീവിക്കേണ്ടത് ആ ബോധത്തിൽ, ഞാൻ മകനാകുന്നു, യേശുവിൻ്റെ മകളാകുന്നു എന്ന ബോധത്തിൽ ഞാൻ ജീവിക്കണം. അതാണ് എന്നെ കൺട്രോൾ ചെയ്യേണ്ടത്. ഇതുവരെ കൺട്രോൾ ചെയ്തിരുന്ന സകലത്തെയും സുവിശേഷം കേട്ട ആ നിമിഷം എന്നിൽ നിന്ന് മുറിച്ചു മാറ്റുവാനിടയായി തീർന്നു. ഇനി എന്നെ കൺട്രോൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവാണ്. എന്നെ ഇനി നടത്തേണ്ടത് കർത്താവിൻ്റെ ഹിതമാണ്, കർത്താവിൻ്റെ ഇഷ്ടമാണ് ഇനി എന്നെ നടത്തേണ്ടത്. നിങ്ങളെ ഓരോരുത്തരെയും നടത്തേണ്ടത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുതിയൊരു ലൈഫ് സുവിശേഷത്താൽ എനിക്ക് തുറന്നു കിട്ടിയതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ സിസ്റ്ററിന്റെ പേര് ശ്രീലത എന്നാണ്. പരവൂരിൽ നിന്ന് കടന്നു വരുന്നു. ഈ സിസ്റ്ററിന് 2 സാക്ഷ്യങ്ങളാണ് പറയുവാനുള്ളത്.
ഈ സിസ്റ്ററിന് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ജോലിയാണ്, ഓട വൃത്തിയാക്കുന്ന ജോലിയാണ്. അങ്ങനെ ഓട വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ കാല് ഓടയിലേക്ക് കുരുങ്ങി കാല് ഒടിയുവാനിടയായി. അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പ്ലാസ്റ്റർ ഇടുകയും ചെയ്തു. എന്നാൽ അതിന് മൂലം ആ പ്ലാസ്റ്റർ എടുത്തിട്ടും വേദനയും പെരുപ്പും മാറിയില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം സോളി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അപ്പോൾ തന്നെ ആ പെരുപ്പും വേദനയും മുനിസിപ്പാലിറ്റി കണ്ടിന്യൂൽ വർക്കറായിട്ടാണ്. അപ്പോൾ അതിന് ജോലി ചെയ്തിട്ടുണ്ടെന്ന് ഈ ഓടയ്ക്ക് അത് കാല് പെട്ടോ? ഒടിഞ്ഞ്, വലത് കാലം ഒടിഞ്ഞ് നടക്കാൻ വേണ്ടി പ്രയാസമായിരുന്നു. സോളി സിസ്റ്റർ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചു, പൂർണ്ണമായിട്ട് വേദന മാറിപ്പോ. വേദന മാറി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സാക്ഷ്യം സിസ്റ്റർ മോന് വേണ്ടിയാണ്. മോൻ ദുബായിൽ ജോലി ചെയ്യുകയാണ്. 1 മാസമായിട്ട് ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു. അങ്ങനെ ചർച്ചിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും അപ്പോൾ തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ ആ മോന് ജോലി കിട്ടുവാനും. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് മോനോട് ദുബായിൽ നമ്മുടെ മീറ്റിങ്ങിന് വരാൻ പറയണം കേട്ടോ. കേലം 48 സിസ്റ്റർ ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് രാജശ്രീ എന്നാണ്. കല്ലുവാതക്കൽ എന്ന സ്ഥലത്ത് നിന്ന് വരികയാണ്. 8 വർഷമായി ഈ സിസ്റ്ററിന് അസഹ്യമായ ചുമയായിരുന്നു. 8 വർഷമായിട്ട് അസഹ്യമായ ചുമയായിരുന്നു. രാത്രി ഉറങ്ങുവാൻ കഴിയാതെ വേണം. ചുമയ്ക്കുമ്പോൾ രക്തം ഛർദ്ദിക്കുവാനായിട്ട് ഇടയാകുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മിറക്കിൾ സൺഡേയിൽ ഈ സിസ്റ്ററിന് വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ചു. 8 വർഷമായി ഉണ്ടായിരുന്ന ചുമയും എല്ലാം നല്ല കൈയടി കൊടുക്കാൻ കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ച്. സിസ്റ്റർ എന്നത് പറഞ്ഞേ, 8 വർഷം കൂടുതലാവുമെങ്കിലേ ഉള്ളൂ ചുമച്ച് അങ്ങ് കുരുങ്ങും. എന്നിട്ട് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. ഞാൻ ഒരുപാട് പേര് എന്നെ പല അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നെ മോശമായിട്ട്. എന്നിട്ടൊക്കെ ഞാൻ ഡോക്ടറെ കാണിച്ചില്ലേ? ഈ കുരുങ്ങ് എന്ന് പറഞ്ഞാൽ എന്താ? ശ്വാസം നിന്ന് പോകും. ശ്വാസം നിൽക്കും. അപ്പോൾ ചൂട് വെള്ളം കുടിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. പിന്നെ രാത്രിയാവും കിടക്കാൻ പറ്റത്തില്ല. അവസാനം ഈ രാത്രിയാകുമ്പോൾ കിടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കാരണം അത് ചുമക്കുമ്പോഴത്തെ ശരീരം മൊത്തത്തിൽ വേദനയാണ്. ചുമച്ച് ശരീരത്തിന് വേദനയാണ്. അതിൻ്റെ കൂടെ ചോര ഛർദ്ദിക്കുന്നു പറഞ്ഞാൽ ശരിയാണോ? സമയത്ത് ഈ ഇവിടെ വരുന്നതിന് തൊട്ട് 2 ദിവസം മുമ്പ് ഞാൻ രാത്രികളൊന്നും ചുമച്ചപ്പം 2-3 പ്രാവശ്യം ബ്ലഡ് ഇങ്ങനെ വന്നു. ചേച്ചിയും ചോദിക്കുന്നത് 8 വർഷത്തിൽ കൂടുതലായി ചുമയാണ്. ഡോക്ടർമാരെല്ലാം കാണിച്ചു, എന്നിട്ട് അതൊരു ചികിത്സിച്ചൊന്നൊരു ഫലം ഉണ്ടായില്ല. ഞാൻ ആയുർവേദം കഴിച്ചു. എൻ്റെ സഹോദരൻ എനിക്ക് ആയുർവേദം മരുന്ന് കഴിച്ചത്. ഞാൻ അത് കഴിച്ചിട്ടും എനിക്ക് മാറിയില്ല. അപ്പം അലർജി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നതിന് വരുന്ന വരെ ചുമയുണ്ട്? ഉണ്ട്. അവിടെ വരുമ്പോഴും ചുമയായിരുന്നു. ഞാൻ അപ്പോഴും ചൂടുവെള്ളം കരുതിക്കൊണ്ടാണ് ഇവിടെ വരുന്നത്. എനിക്ക് ചുമയാണ്. ചുമയും ഞാൻ വിക്സിൻ്റെ ഗുളികയൊക്കെ മേടിച്ചിട്ടുണ്ട്. എവിടെയും കാണാം. എൻ്റെ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ഇതുപോലെ ഒരു അസുഖം വന്ന് ആശുപത്രി കിടന്നപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ചുമയായിരുന്നു. അപ്പോൾ അവർ ബ്ലഡ് തുപ്പിയാണ് അവരെ കൊണ്ടുപോയത്. അവരെ നോക്കാൻ പോയി നിന്നപ്പോഴും എനിക്ക് ചുമ. അപ്പോഴൊന്നും ബ്ലഡ് വന്നില്ല. ബ്ലഡ് ഇവിടെ വരുന്നതിന് 2 ദിവസം മുമ്പ് ഇങ്ങനെ. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ വന്നതിന് ശേഷം ചേച്ചിക്ക് പരിപൂർണമായിട്ട് സഹിക്കും? ചുമ വന്നിട്ടേ ഇല്ല. ഞാൻ ചുമച്ചിട്ടില്ല. രാത്രി സുഖമായിട്ട് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. കർത്താവ് സൗഖ്യത്തിന് നന്ദി പറഞ്ഞ് നിന്നെ ഓർപ്പ് കൊടുക്കുന്ന ആരോഗ്യത്തിനായി നന്ദി. മുടങ്ങാതെ വരണം കേട്ടോ. ഒരു ഞായറാഴ്ച മുടങ്ങല്ലേ. സന്തോഷമായിട്ട് പറയട്ടെ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് മെയ് 19 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് മെയ് 22 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് മെയ് 23 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, നൂറണി. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം രോഗത്താൽ ഭാരപ്പെടുന്നവർ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസത്താലായിരിക്കുന്നു, മനോവിഷമത്താലായിരിക്കുന്നവർ, ആ പ്രശ്നത്തെ കർത്താവിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചാട്ടെ. രോഗമായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. വലിയ സൗഖ്യം കർത്താവിൽ നിന്ന് അനുഭവിക്കാൻ തക്കോണം കർത്താവ് ഇടയാക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. യേശുവേ, ഓരോരുത്തരും ദൈവിക സ്പർശനത്തിലേക്ക് വരണം അപ്പാ. ഈ കാലത്ത് കർത്താവ് ചെയ്യുന്ന ആത്മലോകത്തിൻ്റെ അനുഭവങ്ങൾ, ആത്മലോകത്തിൻ്റെ ആ നിറവുകൾ ഈ വ്യക്തികൾ അപ്പാ, ഈ കുടുംബങ്ങൾ ഓരോരുത്തരും അനുഭവിക്കട്ടെ അപ്പാ. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നോട് കർത്താവ് പറയുക, ഇപ്പോഴൊരു വീട്ടിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ഒരു തീവളയം ചുറ്റുന്നത് പോലെ ഒരു അനുഭവം ആ വ്യക്തിക്ക് തൻ്റെ ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ഒരു സ്പ്രിങ് പോലെ തീവളയം തൻ്റെ മുഖത്ത്
മുകളിലായിരിക്കുകയാണ്. അപ്പോൾ ആ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ആ സന്ദർശനത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ആ സന്ദർശനത്തിനായി നന്ദി പറയുന്നു. ഇത് കാണുന്ന ഓരോ വീടുകളിലും ആ തീയുടെ അനുഭവം ഉണ്ടാകട്ടെ അപ്പാ. ആ തീയുടെ അനുഭവം ഉണ്ടാകട്ടെ അപ്പാ. യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ അപ്പാ. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ അപ്പാ. കർത്താവേ, കുടലിൽ തടുപ്പ് പോലെ നീളത്തിൽ കുടൽ കുറച്ചു ഭാഗം മുറിച്ചു കളയണമെന്ന് പറയുന്ന വിധത്തിൽ കുടലിൻ്റെ കുറച്ചു ഭാഗത്ത് പ്രയാസമായിരിക്കുന്ന ഒരു വ്യക്തി എനിക്ക് കാണാം. കർത്താവിൻ്റെ കരം ചലിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ അപ്പാ. ആ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. യേശുവേ, ആ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. നന്ദി പറയുന്നു കർത്താവേ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇവരെല്ലാവരും പുതിയ അനുഭവത്തിലേക്ക്, പുതിയ നന്മയിലേക്ക് കർത്താവെ വരട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.